വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം മാഷേ മാഷേ ഇവിടെ ഒന്നുമില്ല. പോ. ആ ശരി. ഞാൻ മാഷിനെ കാണാൻ വേണ്ടിയല്ലേ വന്നത്, പിന്നെ ഞാൻ എന്തിനാ പോണത്? ഞാൻ എന്തിനു വേണ്ടതാണ് മാഷെ? ഞാൻ ആന്റെ അപ്പുറം ഒന്നിങ്ങനെ വന്നേ. ഓ എവിടെ പോയി? എന്താടാ എന്റെ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ? നിനക്കിത് എന്തു പറ്റി? നീ അവിടെ ഇരിക്കേ. വേണ്ട മാഷേ, ഞാനിവിടെ നിന്നോളാം. പിന്നെ എന്തൊക്കെയുണ്ടോടാ വിശേഷം? കുറച്ചു ദിവസമായാലും നിന്നെ കണ്ടിട്ട്. ഒന്നും പറയണ്ട മാഷേ, ആകെ പ്രശ്നങ്ങളാണ്. എന്തു പറ്റിയടാ മോനെ? മാഷേ, മാഷിന്റെ അയൽവക്ക് താമസിക്കുന്ന ആ ലാസൻ അറിയില്ലേ? ആ ഓ, അയാൾ എനിക്കിട്ടെന്തോ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തെന്ന്? കൂടോത്രം. സൂത്രോ? എന്തു സൂത്രം? സൂത്രമല്ല മാഷേ, ആ മാഷി ചെവി ഇങ്ങനെ കാണിച്ചേ. ഏത് ചെവിയാ? ഏത് ചെവിയാണ് കേക്കണത്? ആ നീ കാര്യം പറ. ആ അപ്പൊ ഈ ചെവിയല്ല, ഇത് മതി. കൂടോത്രം. എന്നെ കൊന്നേനല്ലോ നീ. ഇപ്പൊ ഞാൻ വാവുത്തിലാച്ചെങ്കിൽ ഈ പഞ്ചായത്ത് മൊത്തം കേട്ടാനെ. അത് ഞാൻ ഓർത്തില്ല. അല്ല, ലാസർ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? പറയണ എന്തിനാണ്? ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്ത്? മാഷിനറിയോ, ഒരു ദിവസം അയ്യോ എന്തോ എന്താണ് എന്റെ അമ്മോ, എന്തിനാണോ ഓടിയത്? അപ്പോഴാണ് ഞാൻ ഓടി. അയ്യോ അപ്പാ അപ്പാ, എന്താണ് മോനെ അങ്ങോട്ടെങ്ങാടാ ഓടിയത്? ഇവിടെയൊക്കെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പലതും വന്ന് വീഴും. ഇതൊക്കെ ലാസറിന്റെ പണിയാ. ലാസറിന്റെ ഇതെന്നാ? ആ ഇനിയുടെ കഥയും പറഞ്ഞ് നിന്നോ, അടുത്ത തേങ്ങ വീഴുമ്പോ വീട്ടിൽ കയറാൻ നോക്ക്. എന്റെ പൊന്നോ, അപ്പഴെങ്ങാട് പോണേണ്. ഞാൻ തേങ്ങ എടുക്കാൻ വന്നാ കറിക്കരക്കാരെ. ആ കറി കൂട്ടന ആള് വേണമെങ്കിൽ കേറി വായിങ്ങാട്. ഒരു തുണി വന്ന് വീണൊന്ന് കരുതി അത് നീ പറയും പോലെ ഒന്നും ആയിരിക്കില്ല. വെറും തുണിയല്ല മാഷേ, ചുവപ്പ് തുണി. ചുവപ്പ് തുണി, ഈ കളറ്. എന്താന്ന്?
വെറുതെ അല്ല. സോറി മാഷ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ഇപ്പൊ ശരിയാക്കി തരാം. ചുവപ്പ് തുണി. ചുവപ്പ് തുണിക്ക് എന്താ കുഴപ്പം? പിന്നെ കുഴപ്പമില്ലാണ്ടാണ് ഞാൻ അപ്പുറത്തേക്കിട്ട് പയറോടി കളഞ്ഞത്. ലാസർ ഓടിയോ? അതേന്ന്. പോരാത്തന്നെ എന്റെ അപ്പന്റെ തലയിൽ തേങ്ങ വീഴാൻ പോയി. ഒരേ സമയത്ത് 2 തേങ്ങ. ആ ബെസ്റ്റ്. ആവശ്യമുള്ളതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ആവശ്യമില്ലാത്ത കാര്യത്തൊക്കെ 100 സംശയമാണ്. മാഷ് പണ്ടത്തെ എന്നെ പോലെ ആയല്ല. മാഷെ തേങ്ങ ഒന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും തെങ്ങിന്റെ ചുവട്ട് നിൽക്കായിരുന്നില്ലേ? എടാ, തെങ്ങിന്റെ ചോട്ടിൽ നിന്നാ പിന്നെ തേങ്ങ അല്ലാണ്ട് ചക്ക വീഴൂ. അത് നീ പറയും പോലെ ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാൻ പാടില്ല മാഷെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാ അത് മാഷിന്റെ അടുത്ത് വന്ന് പറയുമ്പോഴാ എനിക്കിത്തിരി ആശ്വാസം കിട്ടണത്. മാഷെ, മാഷ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മാഷിന്റെ പ്രാർത്ഥന കൂടുതലുള്ളപ്പോഴാ എനിക്കൊരു ധൈര്യം വന്നത്. നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. ഇത് നിന്റെ വെറും തോന്നലുകളായിരിക്കും. വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് ഉള്ള സമാധാനം കളയണ്ട. നീ ധൈര്യമായിട്ട് ചെല്ലും. ശരി മാഷ. പിന്നെ മാഷിത് പുറത്താരോടും പറയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ ഞാൻ വരട്ടെ മാഷെ. ഇവനെന്തൊരു കള്ളലക്ഷണം. ഇനി എന്റെ പറമ്പിലാ മാരണം കൊണ്ടുവന്നിട്ടത് ഇവനാണോ? കൂടോത്രം ചെയ്തിട്ട് എന്ത് കൂളായിട്ട് നടന്നുണ്ടെന്ന് നോക്കിയേ. ഞാനൊന്നും അറിഞ്ഞിട്ടെന്നാ അവന്റെ വിചാരം. എടാ, എനിക്കെല്ലാം മനസ്സിലായടാ. എങ്ങോട്ട് പോയതാ? ഞാനൊരു കൂടോത്രം ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയതാ. ഓഹോ, അപ്പൊ ഇവൻ തന്നെയാണോ ചെയ്തല്ലേ? ദ്രോഹി. ഇയാളെന്താണ് ഈ ആലോചിക്കണത്? അല്ല, ലാസ്റേട്ടൻ അങ്ങോട്ട് പോണു. ഞാനൊരു കൂട്ടുകാരനെ കാണാൻ പോവാ. ആഹാ. എന്താണെന്ന് അറിയില്ല, എന്തോ ആപത്ത് വരാൻ പോകുന്ന ഒരു തോന്നല്. ആർക്ക്? എനിക്കേ. നമ്മള് കാണുന്ന പോലൊന്നല്ലല്ലോ ആളുകള്. കണ്ണുകൊണ്ട് കണ്ടാലും കാതുകൊണ്ട് കേട്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ല. എന്തു വന്നാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും. അത് ശരിയാ. പക്ഷെ ഇതൊക്കെ ചേട്ടൻ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ വെറുതെ കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓ, ഞാൻ ഇന്നുവരെ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നോട് എന്തിനെങ്ങനെ? എന്തു പറ്റി ചേട്ടാ? ഞാൻ വെറുതെ ഇങ്ങനെ കോമൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കൂലേ? അതെ അതെ. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്റെപ്പോ ഞാൻ വെറുതെ പറഞ്ഞാ. എടാ ദരിദ്രവാസി ലാസറേ, എനിക്കെല്ലാം മനസ്സിലായത് ടെസ്റ്റ് അടിച്ചല്ലേടാ. എനിക്കെല്ലാം മനസ്സിലാടാ. ഇനി എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. നിന്റെ ഓരോ നീക്കവും ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. ആ തെണ്ടി പോയാ എടാ കശ്മന, അപ്പൊ ആ കൂടോത്രക്കാരൻ നീയാണല്ലേ? വീട്ടില്ലടാ നിന്നെ ഞാൻ. ഇനി എന്റെ കോമ്പൗണ്ടില് നിന്റെ കുരുത്തക്കേട് ഞാൻ നടത്തിക്കില്ലടാ. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 20-ാം വാക്യം. എന്താണ്? പ്രശ്നമാണ് ഇത്, പ്രശ്നമാണ്. എന്റെ ചേട്ടാ, ഇതും മനസ്സിൽ വെച്ചിട്ടാണ് ചേട്ടൻ ഈ നടപ്പ് മുഴുവൻ നടന്നത്. ഏത്? എന്താ ചേട്ടാ, ഇത് ഭയങ്കര പ്രശ്നമാണ്. കുടുംബ തറവാടായി പോവും.
കുടുംബം നാശമായി പോകുന്നു. എന്റെ ചേട്ടന് തന്നെ എന്തെങ്കിലും ജീവഹാനി സംഭവിച്ച ചേച്ചിയും പിള്ളേരും വഴിയാധാരമായി പോകൂലേ? എന്താ ചെയ്യാ? അല്ല, പേടിക്കാനൊന്നുമില്ല. ചേട്ടൻ ഇത് എന്റെ അടുത്ത് തന്നെ വന്ന് പറയാൻ തോന്നിയത് നന്നായി. ചേട്ടനിട്ട് ചെയ്തതിനേലും 10 ഇരട്ടി സ്ട്രോങ് ആയിട്ട് അവനിട്ട് തിരിച്ചു ചെയ്യാൻ പറ്റിയ ആള് എന്റെ അടുത്തുണ്ട്. പക്ഷേ എന്താ പക്ഷേ? അല്ല, കുറച്ച് കാശ് വേണ്ടി വരേ, അതാ ഒരു പ്രശ്നം. കുറച്ചോ? അവനെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ചൊന്നുമല്ല, നീ പറയുന്ന കാശ് ഞാൻ കൊടുക്കും. എങ്കിൽ പിന്നെന്താ പ്രശ്നം? ചേട്ടൻ ധൈര്യമായിട്ടിരി, ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ അയാളെ പോയി കാണും. വൈകരുത്, ഒട്ടും വൈകരുത്. ഇല്ലെന്ന്. ചേട്ടൻ പേടിക്കാതിരി, ഞാൻ ചേട്ടനെ വിളിക്കാം, അപ്പൊ വന്നാ മതി. പിന്നെ ഇതിന് കൂടുതൽ ആരോടും പറയണ്ട. ഇല്ല ഇല്ല. അപ്പോ ഓക്കെ, എല്ലാം പറഞ്ഞു പോലെ. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ലേവ്യർ 19 അധ്യായം 31 വാക്യം. മാഷേ, മാഷേ, ആന്റപ്പ, നീ ഇതുവരെ പോയില്ലേ? ഇല്ല മാഷേ, എനിക്ക് ഇനി എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തു പറ്റിയടാ? ഇതിനിടയിൽ വീട്ടിലെന്താ പ്രശ്നം? എന്റെ മാഷിന് ഇത്രക്കും അറിയാ. കുറച്ച് നേരത്തെ ഞാൻ ഇടന്നിട്ട് എന്റെ അയൽവാസി ലാസറിന്റെ കാര്യം പറഞ്ഞത് ഇത്ര പെട്ടെന്ന് പറഞ്ഞുപോയാ? ലാസർ, എടാ, നീ ഇതിപ്പോ ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നിന്റെ സംശയങ്ങളാണെന്നാ. സംശയമല്ല മാഷേ, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു ചുവന്ന തുണിയിലേ പാത്രത്തില് 2 ചെമ്പരത്തി പൂക്കേണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വഴിവെച്ചാളെ കണ്ടിരുന്നു. അയാളുടെ സംസാരം നോട്ടോ കണ്ടിട്ടേ എനിക്ക് ഉറപ്പാണ് മാഷേ, അയാളെ ഞാൻ വെറുതെ വിടൂല. മാഷ് കണ്ടോ? എടാ, നീ എടുത്തിയാടി അവിവേകമൊന്നും കാണിക്കരുത്. ഇനിയിപ്പോ നീ പറഞ്ഞതുപോലെ വലുതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. അത് വേണം മാഷേ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഞാൻ വലുതൊക്കെ ചെയ്തു പോവും. ഇന്നിപ്പോ എനിക്ക് പള്ളി വരെ ഒന്ന് പോണല്ലോടാ. അച്ഛനൊന്ന് കാണാം. എങ്കിൽ അച്ഛനെ കൂട്ടിക്കോ. എന്തിന്? അച്ഛനുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ല. ഇവന്റെ ഒരു കാര്യം. നീ ഇതെന്ത് വർത്തമാനമായി പറയുന്നത്? എടാ, അച്ഛനെ ഞാൻ വേറൊരു കാര്യത്തിനാ കാണാൻ പോകുന്നത്. മാഷ് ഇതിനെ നിസ്സാരമായിട്ടാണ് കണ്ടിരിക്കണ. മാഷിന് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. എങ്കി വാ. എങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ തന്നെ ലാസറുമായിട്ട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. അല്ല മാഷെ, ഇപ്പൊ പോയിട്ട് കാര്യമില്ല. അല്ല, അയാളുടെ കൂട്ടുകാരക്കാൻ വേണ്ടി പോയേക്കാണ്. എന്റെ ബലമായ സംശയം അയാൾ ആ കൂടോത്രക്കാരുടെ അടുത്തേക്ക് പോയേക്കണെന്നാണ്. നീ ഒന്നും മിണ്ടാതിരിക്കും. എടാ ആന്റപ്പ, ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായ അറിവില്ലാതെ ഊഹാപോഹത്തിൽ കാര്യങ്ങൾ ഉള്ളതുപോലെ മനസ്സിൽ അംഗീകരിക്കുന്നതാണ് സംശയം. ആണോന്നോ? എടാ, അവൻ നിന്റെ കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞ തുണിക്കെട്ട് നീ അടിച്ചു നോക്കിയോ? പിന്നെ എന്നിട്ട് വേണം എനിക്ക് വേണം സംഭവിക്കാനായിട്ട്. എന്ത് സംഭവിക്കാൻ? അല്ല പക്ഷെ എടാ, ഞാൻ പറയട്ടെ, അവനിപ്പോ നിനക്കെതിരെ കൂടോത്രം ചെയ്തു എന്നുള്ളത് നിന്റെ സംശയം മാത്രമാണ്. ഇനി അവനോടുകൂടി സംസാരിച്ചാലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റൂ. ആന്റപ്പ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇത് നമ്മൾ പരിഹരിക്കുന്നില്ല എങ്കിൽ അവസാനം അസൂയയിലും പകയിലും ദുഃഖത്തിലും തകർച്ചയിലും ഒക്കെ ആയിട്ട് ഇത് ഇന്ന് അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? എന്റെ ചേട്ടൻ ഇതെന്താ പറ്റിയേ? എന്താ ഇന്നിത് എത്ര പ്രാവശ്യം എന്നെ ഫോൺ ചെയ്യുന്നത്? ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കേറിയില്ല.
അതിനു മുമ്പ് അവിടെ എത്തിയോ ഇറങ്ങിയോ പോന്നോ ഒരു 100 ചോദ്യങ്ങളല്ലേ. പിന്നെ ചെന്ന പാടെ ഇങ്ങു പോന്നെന്ന് പറഞ്ഞ പോലെ അമ്മയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. ദേ ഇനി പറയാം എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. എന്താ? അല്ല അതിപ്പോ നമ്മുടെ സമയം അത്രയ്ക്ക് നല്ലതല്ല. സമയോ? ആ സമയത്തിന് എന്താ കുഴപ്പം? നമുക്കെന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നല്. പിന്നെ നീ പുറകുവശത്തേക്ക് നദിയൊന്നും പോകണ്ട. അല്ല ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ചേട്ടന് വല്ല കുഴപ്പമുണ്ടോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നമ്മുടെ പുറകുവശത്ത് എന്താ പ്രശ്നം? അല്ല നീ പേടിക്കുന്ന കരുതിയാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നേ. എന്ത്? നീ വല്ലതും നമ്മുടെ പുറകുവശത്ത് കണ്ടായിരുന്നോ? അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നത് എന്താണെന്ന്. അത് അവനാണ് എല്ലാത്തിനും കാരണം കാണാൻ. വാടാ ശരി വാ ശരിയൊക്കെ. അയ്യോ ഞങ്ങൾ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാണ്. സംസാരിക്കട്ടില്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്ത്? എടോ ഞാൻ ചത്തിലെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ മാഷിനെ കൂട്ടിക്കാണ് വന്നേക്കണത്. എന്താ ചേട്ടാ? എന്താ എന്റെപ്പാ? നീ ഉണ്ടായിരിക്കും. ഇവനാള് ലൂസിഫറിന്റെ അനുയായിയാ. ഞാൻ ലൂസിഫറിന്റെ അനുയായി ആണെങ്കിലേ താൻ ലൂസിഫറിനേടോ. ലൂസിഫർ ഞാനേ കർത്താവിലാണ് വിശ്വസിക്കണത്. കർത്താവിലാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടേ നിന്റെ കയ്യിലിരിപ്പ് വേറാണെന്ന് എനിക്കറിയാടാ. പിന്നെ കൂടോത്രം ചെയ്തിട്ട് അത് മറ്റുള്ളവന്റെ പറമ്പിലേക്ക് വലിച്ചെടുത്തിട്ട് അതുപോലെ കേമത്രാണ് വിചാരിച്ചേക്കണത്. അതങ്ങനെ കൈ വെച്ചാ മതി. ആന്റപ്പാ നീ ഒന്നും ഉണ്ടായിരുന്നേ. അതെ നീ എന്റെ വീടിന്റെ പുറകെ കൊടുന്നിട്ട പിശാചിനെ ഞാൻ നിന്റെ പറമ്പിൽ തന്നെ കൊടുന്നിട്ടു. അത്രേ ഉള്ളൂ. എന്റെ വ്യാകുലമാകാവേ. എപ്പോ? ഇന്നലെ രാവിലെന്ന്. ഞാൻ തന്നെ പറമ്പിൽ കൊടുത്തിട്ട് താൻ കണ്ടോളൂ. അത് ഞാൻ കണ്ടില്ല. പക്ഷെ എന്നെ കാണാൻ നിനക്ക് കൊടുന്നിടാലോ. കണ്ടോ മാഷെ കണ്ടോ? പക്ഷെ ഞാനൊരു കൊമ്പിക്കോർത്ത് എന്റെ പറമ്പിലേക്ക് ഇടുന്നത് ഞാനൊരു കണ്ണുകൊണ്ട് കണ്ടോ മാഷെ. എന്നിട്ട് നുണ പറയാൻ ലൂസിഫറിന്റെ കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. ഭോഷന്മാർ ശണ്ട കൂട്ടിക്കൊണ്ടിരിക്കും. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 3-ാം വാക്യം. ഓടിക്കോ പിള്ളേരെ ആ പറമ്പിലേക്ക് വിളിച്ചറി. എന്റെ പറമ്പിലേക്ക് നീയോട് പോണ്ട. അങ്ങോട്ട് പോലെ. എന്താ എന്താ ഇത്? എന്താ? ഞങ്ങള് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുവാ. ഇതെന്താ? അത് കഞ്ഞിയാ. അതാ ഞങ്ങളുടെ കറി. കണ്ടോ? ഇപ്പൊ കൊണ്ടുവരാട്ടോ. വഴക്ക് പിടിക്കരുത്. ഇത് കൂടം ദ്രോഹി ഒന്നും അല്ല. ആ പിള്ളേര് കഞ്ഞിയും കറിയും വെച്ച് കളിച്ചതാ. ദേ നോക്ക്, ഇതവരുടെ കറിയാ. ദേ ഇതാണ് അവരുടെ കഞ്ഞി. ലാസറേ, നിങ്ങൾ കണ്ട കാര്യങ്ങൾ, അതേ തുടർന്ന് നിങ്ങളുടെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ, അത് വേണ്ടവണ്ണം അന്വേഷിച്ച് പൂർണ്ണ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മനസ്സിന്റെ ദുർബലമായ വികാരങ്ങൾക്ക് പിന്നാലെ പോയതാണ് ഇതിന് കാരണം. നേരെ മറിച്ച് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ആദ്യമേ തന്നെ നിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം കാര്യങ്ങൾ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവിടെ സംശയത്തിന്റെ ബലം വർദ്ധിക്കും. വഴക്കും വക്കാണവുമൊക്കെയായി കൊലപാതകം വരെ നടക്കുന്നു. സംശയം അത് വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും, വിശ്വാസിയും അവിശ്വാസിയും എന്നു വേണ്ട പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഇത് നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ മനസ്സിൽ സമാധാനമില്ലാതെ കഴിയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സംശയം വേരുറയ്ക്കുന്നതിന് അവസരം കൊടുത്താൽ
അത് വരുത്തി വയ്ക്കുന്ന വിനകൾ ഭയങ്കരമായിരിക്കും. ഇനി യഥാർത്ഥ കാര്യങ്ങൾ അറിയുമ്പോഴായിരിക്കും നിങ്ങൾ സംശയിച്ച വ്യക്തി യാതൊന്നും എതിരായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുക. ആന്റപ്പ, ലാസറേ, വ്യക്തമായ തെളിവില്ലാതെ ഒരു കാര്യവും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കരുത്. പിശാച് വിതച്ച വിഷവിത്തിന്റെ ഫലമാണ് സംശയം. ആ വിഷവൃക്ഷം വേരോടെ പറിച്ചു കളയണം. അതിന് ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിനായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, വിശ്വസിക്കുക, സംശയിക്കാതിരിക്കുക. അപ്പോ നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. മാഷേ, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. ചേട്ടാ, ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല. ഡ്രസ് പോലും മാറിയിട്ടില്ല. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം റെഡിയാ. അല്ല, എത്ര രൂപയാന്ന് പറഞ്ഞേ? 25,000 രൂപ. പുള്ളി 35-45 എന്നൊക്കെ പറയണത്. പക്ഷെ ഞാനത് പറഞ്ഞ് അങ്ങോട്ട് ഉറപ്പിച്ച്. വളരെ ഉപകാരടാ. ഓഹോ, അതെ, കാശിപ്പ തന്നു കഴിഞ്ഞാലേ ഇന്ന് രാത്രി തന്നെ സാധനം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തിക്കും. എവിടെ ഇടണം, എങ്ങനെ ഇടണം എന്നൊക്കെ ഞാൻ അപ്പ പറയാം. ശരി. എടാ ആന്റപ്പാ, ആ ക്യാഷും കൊടുന്നേ. ആന്റപ്പനാ? എന്തേ? അല്ല, ഇവനെന്ത് ഇവിടെ? പിന്നെ അപ്പൊ നിനക്ക് എത്ര വേണ്ടേന്ന്? അവിടെ നിക്കടാ. നിനക്ക് ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാ പിന്നെ അതിനെ വെച്ച് മുതലെടുത്തോളാം. എന്താ ചെയ്ത് വിട്ടുകളാ? വിട് വിട്. ഇതിന്റെ കാലിരിക്കുന്ന വന്നേ. നിനക്ക് കൂടുതൽ ചെയ്തിട്ടാന്ന് പറഞ്ഞ ആളാരാന്നാ പറഞ്ഞത്? അല്ല, കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146-ാം അധ്യായം 9-ാം വാക്യം. വന്നേക്കണേ. ആ മാഷ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കില്ലാന്നെങ്കിൽ അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് ഞാൻ ഇവനെ അറിയാനെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.